ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ SSLC പരീക്ഷയുടെ റിസൾട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഓരോ ഗ്രേഡിൻ്റെയും പെർസെൻറ്റേജ് നമ്മൾ എങ്ങനെ കണക്കാക്കുമെന്നാണ് ഇന്ന് സാറ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് എ പ്ലസ് ഗ്രേഡിന് 9 പോയിൻ്റ് കൊടുക്കാം. എക്ക് 8 പോയിൻറ്റും ബി പ്ലസിന് 7 പോയിൻറ്റും ബിക്ക് 6 പോയിൻറ്റും സി പ്ലസിന് 5 പോയിൻറ്റും സിക്ക് 4 പോയിൻറ്റും ഡി പ്ലസിന് 3 പോയിൻറ്റും. ജയിക്കാനായിട്ട് മിനിമം മാർക്ക് ഡി പ്ലസ് വേണം, മിനിമം ഗ്രേഡ് ഡി പ്ലസ് ആയിരിക്കണം. അപ്പം അങ്ങനെ നമ്മൾ എ പ്ലസിന് 9, എക്ക് 8, ബി പ്ലസിന് 7, ബിക്ക് 6, സി പ്ലസിന് 5, സിക്ക് 4, ഡി പ്ലസിന് 3. അപ്പം ഇങ്ങനെ നമ്മൾ ഒരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ ഒരു കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന ഗ്രേഡ് 5 എ പ്ലസ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 × 9, കാരണം എ പ്ലസിൻ്റെ പോയിൻ്റ് 9 അപ്പോൾ 5 എ പ്ലസ് എന്ന് പറയുമ്പോൾ 5 × 9 ചെയ്യുമ്പോൾ നമുക്ക് 45 കിട്ടും. അപ്പോൾ 45 പോയിൻ്റായി. ഇനി ആ കുട്ടിക്ക് തന്നെ 3 എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 × എ ഗ്രേഡിൻ്റെ പോയിൻ്റ് 8 അപ്പോൾ 3 × 8 24 എന്നും പറഞ്ഞ് കിട്ടും. ഇനി ആ കുട്ടിക്ക് ഒരു ബി പ്ലസ് കിട്ടി. അപ്പോൾ 1 × ബി പ്ലസിൻ്റെ പോയിൻ്റ് 7 എന്നും പറഞ്ഞ് കിട്ടും. ഒരു ബിയും കിട്ടി ഗ്രേഡ്. അപ്പോൾ 1 × ബിയുടെ പോയിൻ്റ് 6 1 × 6 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഈ പോയിൻ്റുകളെല്ലാം കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 82 എന്നും പറഞ്ഞ് കിട്ടും. 82. അപ്പോൾ ഇനി ഇത് പെർസെൻറ്റേജിലേക്ക് ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആ പെർസെൻറ്റേജിലാക്കണമെങ്കിൽ നമ്മൾ ഈ ആകെ കിട്ടിയ പോയിൻ്റ് 82 × 100 ചെയ്യുക. പിന്നെ 90. ഇപ്പോൾ മാക്സിമം ഗ്രേഡ് 9 ആണല്ലോ. അപ്പോൾ 10 എണ്ണത്തിനാവുമ്പോൾ 10 വിഷയങ്ങൾക്കാവുമ്പോൾ 90 നമ്മൾ മാക്സിമം 90 ഇടുക. എന്നിട്ട് നമ്മളിത് ഇത് രണ്ടും വെട്ടിക്കളയുക. അപ്പോൾ 0. അപ്പോൾ 82 × 10 820/9 ചെയ്യുമ്പോൾ നമുക്ക് 91.11 കിട്ടും പെർസെൻറ്റേജ്. അപ്പോൾ ആ കുട്ടിക്ക് കിട്ടിയ പെർസെൻറ്റേജ് 91.11 ആണ്. അപ്പോൾ ഈ വീഡിയോ ഈ രീതിയിലാണ് പെർസെൻറ്റേജ് കണക്കാക്കേണ്ടത്. അപ്പോൾ എല്ലാ കുട്ടികളും ഈ രീതിയിൽ പെർസെൻറ്റേജ് കണക്കാക്കേണ്ടതാണ്. ഓക്കെ. അപ്പോൾ വാച്ച് ചെയ്ത എല്ലാ കുട്ടികൾക്കും താങ്ക്സ്.